ഹായ് ഫ്രണ്ട്സ്, ഞാനിന്നിവിടെ വളരെ സിമ്പിളായിട്ടുള്ളൊരു റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. വെണ്ടക്ക ഉപ്പേരി അഥവാ വെണ്ടക്ക മെഴുക്ക് പുരട്ടി എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളൊരു വീഡിയോ ആണ് ഞാനിവിടെ കാണിക്കുന്നത്. ഇത് കിച്ചൺ ബിഗിനേഴ്സിന് വേണ്ടിയിട്ടുള്ളൊരു റെസിപ്പിയാണ്. ഇത് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞങ്ങൾ ഇതിന് ഉപ്പേരി എന്നാണ് പറയുക. ഇത് ചില സ്ഥലത്ത് മെഴുക്ക് പുരട്ടി എന്നും പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കിത് എങ്ങനെ വേണമെങ്കിലും പറയാം. ഇതിൽ തേങ്ങ ചേർക്കുന്നില്ല. ഇതിൽ അല്ലാതെ തന്നെ നമ്മൾ ഇത് വെണ്ടക്ക ചെറുതായിട്ട് അരിഞ്ഞിട്ട് ചെറിയ ഫ്ലെയിമിൽ ഇട്ടിട്ട് നമ്മൾ വേവിച്ചെടുക്കുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 250 ഗ്രാം വെണ്ടക്കായ കുറച്ച് നന്നായിട്ട് കഴുകിയിട്ട് കുറച്ച് വെള്ളത്തിൽ ഒരു ടീസ്പൂൺ വിനെഗർ ഒഴിച്ചിട്ട് കുറച്ച് നേരം വെക്കുന്നുണ്ട്. അരമണിക്കൂറിന് ശേഷം ഇത് നന്നായിട്ട് കഴുകിയെടുക്കുക. അതിനുശേഷം നമുക്കിത് ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തെടുക്കണം. അതിനുശേഷം വെണ്ടക്കായുടെ രണ്ട് അറ്റഭാഗവും നമ്മൾ മുറിച്ച് കളയാം. അപ്പോൾ നമ്മളിങ്ങനെ ഓരോരോ വെണ്ടക്കായായിട്ട് മുറിച്ച് എടുക്കണ്ട. നമ്മൾ 2-3 ഒരുമിച്ച് വെച്ചിട്ട് മുറിച്ചിട്ട് ഇതൊരു കട്ടിംഗ് ബോർഡിൽ വെച്ചിട്ട് ഒരു 5-6 ഒരുമിച്ച് വെച്ചിട്ട് തന്നെ നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. ഇത് ഓരോന്നോരോന്ന് ചെയ്യാൻ നിന്നിട്ടുണ്ടെങ്കിൽ ഇത് ഒരുപാട് സമയം എടുക്കും. അപ്പോൾ ഇതേപോലെ എല്ലാ വെണ്ടക്കായും ചെറിയ ചെറിയ പീസാക്കിയിട്ട് നമുക്ക് മുറിച്ചെടുക്കാം. പിന്നെ ചെറിയ പീസാക്കിയിട്ട് തന്നെ മുറിച്ചെടുക്കാൻ ശ്രദ്ധിക്കണം. അധികം വലിപ്പമില്ലാത്ത പീസാക്കിയിട്ട് എന്നാലേ ഇത് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇതെല്ലാം മുറിച്ച് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഒരു ചെറുനാരങ്ങ പിഴിഞ്ഞൊഴിക്കാം. അപ്പോൾ അത് വലുതാണെങ്കിൽ ഒരു അര പീസ് ചെറുനാരങ്ങ ഒഴിച്ചാൽ മതി. ഇപ്പോൾ ചെറിയ ചെറുനാരങ്ങ ആയതുകൊണ്ട് ഞാൻ ഒരു പീസ് ഒരെണ്ണം അങ്ങനെ തന്നെ എടുത്തിട്ടുണ്ട്. പിന്നെ അതിൽ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂൺ ഉപ്പും ചേർത്തിട്ട് നന്നായിട്ട് മിക്സാക്കി കൊടുക്കുക. ശേഷം നമുക്ക് ഇതിലേക്കുള്ള മറ്റുള്ള ഇൻഗ്രീഡിയൻസ് തയ്യാറാക്കാം. ചെറിയ ഉള്ളി 3-4 നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം. വെളിച്ചെണ്ണ 1 ടീസ്പൂൺ ആവശ്യമുണ്ട്. കറിവേപ്പില 1 തണ്ട്, പിന്നെ റെഡ് ചില്ലി ഡ്രൈ ആയിട്ടുള്ള ചില്ലിയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് 3-4. കടുക് 1/4 ടീസ്പൂണ്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഈ ചെറിയ ഉള്ളിയൊക്കെ ചെറുതായിട്ട് മുറിച്ച് മാറ്റി വെക്കുക. അതിനുശേഷം നമ്മളൊരു പാനിൽ ഓയിൽ ഒഴിച്ചെടുക്കുക. 1 ടീസ്പൂൺ ഓയിൽ ഒഴിച്ചെടുക്കുക. അതിലേക്ക് നമ്മൾ കടുകിട്ട് പൊട്ടിക്കണം. കടുക് പൊട്ടിയതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഈ ചെറിയ ഉള്ളി അരിഞ്ഞതും റെഡ് ചില്ലിയും കറിവേപ്പിലയും ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ പച്ചമുളക് ഉപയോഗിക്കാത്തതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഈ വെണ്ടക്കായ ഗ്രീൻ കളറിലല്ല. അപ്പോൾ നമുക്ക് പെട്ടെന്ന് പച്ചമുളക് ആകുമ്പോൾ നമുക്കത് ചിലപ്പോൾ വെണ്ടക്കായുടെ കൂടെ പെട്ടെന്ന് കടിച്ചു പോകും. അപ്പോൾ അത് ഒഴിവാക്കാനാണ് ഞാനിവിടെ റെഡ് ചില്ലി ഉപയോഗിച്ചിട്ടുള്ളത്. അതിനുശേഷം നമ്മൾ അതൊന്ന് വഴറ്റി കൊടുക്കുക. അതൊന്ന് ജസ്റ്റ് മൂത്ത് വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് വെണ്ടക്കായ ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മളിവിടെ വെണ്ടക്കായയിൽ മഞ്ഞൾപ്പൊടിയും ഉപ്പൊക്കെ നന്നായി മിക്സാക്കിയിട്ട് ഉള്ള വെണ്ടക്കായാണ്. അപ്പോൾ ഇനി ഇതിലേക്ക് രണ്ടാമത് ഉപ്പൊന്നും ആഡ് ചെയ്ത് കൊടുക്കണ്ട. അതിനുശേഷം ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒരു 2-3 മിനിറ്റ് വെക്കുക. അപ്പോൾ 2-3 മിനിറ്റ് കഴിഞ്ഞാൽ നമ്മളൊന്ന് ഇളക്കി കൊടുത്ത് നോക്കുക. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ടാവും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണം. അപ്പോൾ നമ്മൾ ആദ്യം ചെറുനാരങ്ങ ഇതിൽ പിഴിഞ്ഞു കൊടുത്തത് ഇത് വെണ്ടക്കായ്ക്ക് ഓവർ വഴുവഴുപ്പുണ്ടാവും. അത് ഒഴിവായി കിട്ടാനാണ് ഇതിൽ ആദ്യമേ നമ്മൾ ചെറുനാരങ്ങ ആഡ് ചെയ്ത് കൊടുത്തത്. വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക്സ്.